കോർട്ട് ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച് പുറത്തിറക്കിയ വിജ്ഞാപനം കത്തിച്ചു. കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി അഭിഭാഷകർ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് നെടുങ്കണ്ടം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ വിജ്ഞാപനം കത്തിച്ച് പ്രതിഷേധിച്ചത്. കേരളമാകെ പ്രതിഷേധം, അഭിഭാഷകരുടെ പ്രതിഷേധം, അഭിഭാഷകരുടെ പ്രതിഷേധം. സാധാരണ ജനങ്ങൾക്ക് നീതി അപ്രാപ്യമാകുന്ന രീതിയിൽ അന്യായമായ കോർട്ട് ഫീ വർധനവ് കേരളത്തിൽ വരുത്തിയിരിക്കുകയാണ്. ഏതാണ്ടോ 2 രൂപയ്ക്ക് ഒരു അവധി അപേക്ഷയിൽ സ്റ്റാമ്പ് ഒട്ടിക്കാമായിരുന്നത് ഇപ്പോൾ 20-25 ആയി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം ആത്യന്തികമായി ഈ കോർട്ട് ഫീ വർധനവ് സാധാരണക്കാരായ കക്ഷികളെയും ജനങ്ങളെയുമാണ് ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പിൻവലിച്ചുകൊണ്ട് കോർട്ട് ഫീ നിലവിലുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ കോടതികളും അഭിഭാഷകർ ഇന്ന് ബഹിഷ്കരിക്കുകയാണ്. കോടതി നടപടികൾക്കായി സമർപ്പിക്കുന്ന അപേക്ഷകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് 10% മുതൽ 200% വരെയാണ് വർധനവ് വരുത്തിയിരിക്കുന്നത്. കോർട്ട് ഫീസിലുണ്ടായ വലിയ വർധനവ് സാധാരണക്കാർക്ക് നീതി അപ്രാപ്യമാക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ്. കോടതിയിൽ ഒരാൾക്ക് ഹാജരാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവധി അപേക്ഷയ്ക്ക് മുമ്പ് 2 രൂപ മാത്രമായിരുന്നു ഫീസ്. ഇപ്പോൾ ഇത് 20 രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ഭീമമായ വർധനവ് എല്ലാവർക്കും സുഗമമായി നീതി തേടാനുള്ള അവസരം ഇല്ലാതെയാക്കുമെന്നും സാധാരണക്കാരെ കോടതികളിൽ നിന്ന് അകറ്റുമെന്നും അതിനാൽ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച നടപടി പിൻവലിച്ച് നിലവിലുണ്ടായിരുന്ന ഫീസ് പുനഃസ്ഥാപിക്കണമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിക്ക് നെടുങ്കണ്ടം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ജെ ജയ്മോൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സേനാപതി വേണു, അഡ്വക്കേറ്റ് പി ടി ചെറിയാൻ, അഡ്വക്കേറ്റ് കെ എൻ ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് കെ കനിയപ്പൻ, അഡ്വക്കേറ്റ് വി എം ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 25ഓളം അഭിഭാഷകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.